ആ, നിങ്ങൾ രണ്ടാളും തോണ്ടൽ തുടങ്ങിയോ? ലോകവിവരങ്ങളൊക്കെ അറിയണ്ടേ? ആ, ഈ ആഴ്ചയല്ലേ ലോക കേരള സഭ? അതെ. ഈ സഭയിലെങ്കിലും പ്രവാസികൾക്ക് ഗുണമുണ്ടാവുന്ന വല്ല തീരുമാനം ഉണ്ടാവുമെന്നാവോ? എന്തുണ്ടാവാനാ, കുറച്ചാളുകൾക്ക് കോട്ടും സൂട്ടും ഇട്ട് സൊറ പറയാനും തിന്നും കുടിച്ചും ഖജനാവിലെ കാശ് കാലിയാക്കാനും ഒരു സഭ, അത്ര തന്നെ. അലാഷികേ, എവിടേക്കാ? നാട്ടിലൊന്ന് പോവാണ്, പെട്ടെന്ന് തിരിച്ചു വരും. നാട്ടിൽക്കോ? എന്തേ ഈ വിവരം നേരത്തെ പറഞ്ഞില്ല? ആഷികെ, ആദ്യം ഒന്നിട്ട് ഇരിക്ക്, എന്നിട്ട് സമാധാനത്തിൽ ഒന്നിട്ട് പറയാം. സമയം കുറവാണ്, എന്നാലും കുറച്ചു നേരം ഒന്ന് ഇരിക്കാം. എനിക്കേ പെട്ടെന്നൊരു തോന്നൽ, തിരുവനന്തപുരത്ത് നമ്മളെ ലോക കേരള സഭ അടക്കല്ലേ, അതിലൊന്ന് പങ്കെടുക്കണമെന്ന്. അല്ല, എനിക്കൊരു സംശയം. ഈ സഭയിൽ സാധാരണക്കാരായ നമുക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ? പിന്നെന്താ, നമ്മളെപ്പോലുള്ള സാധാരണ പ്രവാസികളുടെ പ്രശ്നം പിന്നെ ആരോടെ പറയാം? ഈ സഭയ്ക്ക് അതുമായി യാതൊരു ബന്ധവും ഞാൻ കാണുന്നില്ല. നമ്മളെപ്പോലുള്ള സാധാരണ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊന്നുമല്ല അവിടെ സഭ ചേരുന്നത്. പൊന്നൊരുക്കുന്നോടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? ലോക മലയാളികളെ ഒന്നിപ്പിക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടിയിരുന്ന് പരിഹാരം കാണുക എന്നൊക്കെയാണ് ഈ സഭ കൂടൽ ലക്ഷ്യമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഖജനാവിലെ കാശെടുത്ത് ചെലവാക്കുമ്പോൾ മഹത്തായ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? ഈ സഭയ്ക്ക് അതുമായി യാതൊരു ബന്ധവും ഞാൻ കാണുന്നില്ല. എന്താപ്പ എല്ലാരും കൂടി ഒരു ചർച്ച നടക്കണു? നമ്മുടെ ആഷിക്കേ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോവാ, അതിന്റെ ചർച്ചയാണ്. ലോക കേരള സഭ അതെന്താ സാധനം? ലോകത്തെ എല്ലാ മലയാളികളെയും കൂട്ടിച്ചേർക്കുന്ന ഒരു സഭയാണ് ലോക കേരള സഭ. ലോകസഭ, നിയമസഭ, മന്ത്രിസഭ ഇതൊക്കെ ഞാൻ കേട്ടിരിക്കണു. ലോക കേരള സഭ അത് ഞാൻ ആദ്യമായിട്ട്. എന്നാ കേട്ടോ, അങ്ങനെ ഒരു സഭ ഉണ്ട്. അത് ശരി. അല്ല, അതൊക്കെ ആയിക്കോട്ടെ. ഈ സഭയെ കൊണ്ട് പ്രവാസികൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഈ ലോക മലയാളികളുടെ കൂട്ടത്തിലേ നമ്മളൊക്കെ പെടൂലേ? അതെ, നിങ്ങൾ ചർച്ച ചെയ്യും. ഞാനേ ഇതേറ്റൊരു സഭ കൂടട്ടെ. നീ ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട, ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കിയാലൊക്കെ മുണങ്ങാൻ പറ്റുള്ളൂ. 2018 ആദ്യ ലോക കേരള സഭ നടക്കുമ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഗൾഫിലേക്ക് കുറഞ്ഞ ചെലവിൽ വിമാന സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി പുനരാലോചിക്കുമെന്ന്. അതിനുശേഷം 5ാമത്തെ സഭയാണ് കൂടാൻ പോകുന്നത്. ആ വിമാന സർവീസിനെ കുറിച്ച് പിന്നെ കേട്ടിരുന്നോ? ഇതിനു മുൻപ് 2006 ഇങ്ങനെ ഒരു ആലോചന നടന്നിരുന്നു. എയർ കേരള എന്ന പേരിൽ കേരളത്തിന്റെ ഒരു സ്വന്തം വിമാന സർവീസ്. ലോക മലയാളി മുതലാളിമാർ വലിയ സംഖ്യ മുടക്കാമെന്നേറ്റെങ്കിലും പിന്നീട് അവർ ഉൾവലിഞ്ഞു. അതിൽപ്പെട്ടവരാണ് ലോക മലയാളി സഭയുടെ മുൻപിലുള്ള പ്രമുഖ മലയാളി പ്രവാസികൾ. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം വിമാന സർവീസ് തുടങ്ങുന്ന സംസ്ഥാനമാകുന്ന കേരളം വിമാന ചാർജ് പകുതിയോളം കുറയ്ക്കുമെന്ന വാഗ്ദാനം കേട്ടാൽ രോമാഞ്ചമുണ്ടാകുന്ന വാഗ്ദാനങ്ങൾ. തൊട്ടു മുമ്പ് കഴിഞ്ഞ 4ാമത് ലോക കേരള സഭയിലും ഒരു ആലോചന ഉണ്ടായിരുന്നു, ഗൾഫിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച്. അതിനെക്കുറിച്ച് പിന്നെ കേട്ടിട്ടേ ഇല്ല. ഇതൊക്കെ നേരിട്ട് സഭയിൽ ചോദിക്കാനാണ് ഞാൻ പോകുന്നത്. പ്രവാസികളുടെ പച്ചയായ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആർക്കാണ് ഇവിടെ താല്പര്യം? നാട്ടിൽ നിന്നും വിമാനം കയറി ഗൾഫിലെത്തിയാൽ അന്നു മുതൽ അവരൊക്കെ പണക്കാരായി എന്നാണ് അധികാരികളുടെ നിലപാട്. നാട്ടിൽ എല്ലാ വഴികളും അടയുമ്പോഴാണ് ഒരാൾ പ്രവാസിയാവുന്നത്. ഗൾഫിലെത്തി ജോലി കിട്ടിയോ ശമ്പളം കിട്ടിയോ എന്നൊന്നും അന്വേഷിക്കാതെ ആദ്യം അവന്റെ റേഷനറി നിർത്തലാക്കും, പിന്നീട് ഓരോരോ ആനുകൂല്യങ്ങളും നിർത്തലാക്കും. ഈ കേരള സഭ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചർച്ച ചെയ്യട്ടെ. അവധിക്കാലത്ത് വിമാന ടിക്കറ്റ് നിരക്ക് 4ഉം 5ഉം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതും, 1/2 കോടി മലയാളികൾ പുറം ലോകത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഈ സഭ ചർച്ച ചെയ്യട്ടെ. ഇതൊക്കെ പറയേണ്ടടുത്ത് പോയി പറയണ്ടേ? നമ്മൾ ഈ റൂമിലിരുന്ന് ചർച്ച ചെയ്തിട്ട് ആര് കേൾക്കാനാ? അതുകൊണ്ടാണ് ഞാൻ ലോക മലയാളി സഭയ്ക്ക് പോണത്. ആഷിക്കെ, നീ ഇപ്പൊ പോയിട്ട് ആ സഭയിൽ കയറാൻ പറ്റുമോ? ആദ്യം രജിസ്റ്റർ ചെയ്യണ്ടേ? അതിനെന്താ, ഞാൻ അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യാൻ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. നിലവിലെ സ്ഥിരം മെമ്പർമാരെ കഴിച്ച് ബാക്കിയുള്ളത് തീരെ പ്രതിനിധികളില്ലാത്ത രാജ്യത്തെ സംഘടനകൾക്കാവും നൽകുക. മാത്രമല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞ മാസം തീരുകയും ചെയ്തു. ഓ, അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. കുറഞ്ഞ ശമ്പളത്തിൽ ബോഫിയകളിലും ബക്കാലകളിലും ഹൗസ് ഡ്രൈവറായുമൊക്കെ ജോലി ചെയ്യുന്ന നമ്മൾക്കൊക്കെ വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാകില്ല. ശരിയാണ്, പ്രവാസികളിലെ 80% ഈ വിഭാഗക്കാരാണ്. ഒരു സഭയിലും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല. ഞാൻ ചിലതൊക്കെ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ലോക മലയാളി സഭയ്ക്ക് പോകാൻ ഉദ്ദേശിച്ചത്. പാവപ്പെട്ട പ്രവാസികളുടെ സ്വപ്നമായ എയർ കേരള പദ്ധതിക്ക് വേണ്ടി
ലോക മലയാളി സഭ എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നില്ല? തോന്നിയ പോലെ വിമാന ചാർജ് ഈടാക്കുന്ന കമ്പനികൾക്കെതിരെ എന്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്നില്ല? ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. 80% വരുന്ന സാധാരണ പ്രവാസികൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു സഭക്ക് ഖജനാവിലെ പണമെടുത്ത് ചെലവഴിക്കാൻ എന്തർഹതയാണുള്ളത്? 10 കോടി രൂപയാണ് ഇതിനായി നമ്മുടെ സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. ആഷിക്കേ, സഭകൾ നടക്കട്ടെ. അതിൽ പങ്കെടുക്കുന്നവർക്കും അത് നടത്തുന്നവർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ശരിയാണ്. പണവും പദവിയും ഇല്ലാത്തവർക്ക് എന്ത് വിലയാണുള്ളത്? അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരാണ് ഉണ്ടാവുക? അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. പിന്നെ ഫുഡ് കഴിക്കാനുള്ളവര് പോന്നോളിയും. എന്നാ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാലോ? നാളെ രാവിലെ 5 മണിക്ക് പണിക്ക് പോകേണ്ടതല്ലേ? അന്ന് ഭക്ഷണം കഴിക്കാം. ആഷിക്കേ, ഈ ബാഗ് അങ്ങോട്ട് വിളിക്കാച്ചല. ബാഗ് എടുത്ത് വെക്കുക. ഏതായാലും ഇനിയിപ്പോൾ പോണില്ലല്ലോ. എന്ത് പ്രയാസങ്ങളും തന്റെ വിധിയാണെന്ന വിചാരത്തോടെ നീറിക്കഴിയുന്ന ജന്മമാണ് പ്രവാസിയുടേത്. ആര് ചോദിച്ചാലും ഇല്ലെന്ന് പറയാൻ പ്രവാസിക്കാവില്ല. തന്റെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്ന വിശാല മനസ്സിന്റെ ഉടമകളാണ് പ്രവാസികൾ. കുടുംബത്തിന്റെ ചെലവുകൾക്ക് തന്നെ കഷ്ടപ്പെട്ട് പണമയക്കുന്ന പ്രവാസി പലരിൽ നിന്നും കടം വാങ്ങിയാണ് 2 വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഇരുട്ടടി പോലെ വിമാന ടിക്കറ്റ് ചാർജ് 4-5 മടങ്ങ് വർദ്ധിപ്പിക്കുന്നത്. നാട്ടിൽ ആരുടെയെങ്കിലും കല്യാണം നിശ്ചയിച്ചാൽ സഹായത്തിനായി ആദ്യം വിളിവരുന്നത് പ്രവാസിക്കാണ്. നാട്ടിലെ പള്ളി നിർമ്മാണമോ പള്ളിപ്പെരുന്നാളോ ക്ഷേത്രോത്സവങ്ങളോ ഉണ്ടാകുമ്പോഴും ആദ്യം രജിസ്റ്റർ ചെയ്തുന്നത് പ്രവാസിക്കാണ്. നാട്ടിലെ പാവപ്പെട്ടവർക്ക് വീട് വെക്കണോ ചികിത്സാ ആവശ്യത്തിനോ പ്രവാസിയുടെ സഹായം അനിവാര്യമാണ്. പക്ഷേ സ്വന്തം വീടിന്റെ ആധാരവും ഭാര്യയുടെ ആഭരണവും പണയം വെച്ചാണ് മിക്കവരും ഗൾഫിൽ എത്തുക തന്നെ. കാര്യം അവരാരെയും അറിയിക്കാറില്ല. നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതിൽ ഗൾഫ് പ്രവാസി പണത്തിന് മുഖ്യ പങ്കുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് ആശ്വാസം പകരുന്ന നയങ്ങൾ സ്വീകരിക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. മക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നവരാണ് പ്രവാസികൾ. പിശുക്കിയും കഠിനാധ്വാനം ചെയ്തും കുടുംബത്തിന്റെ സന്തോഷത്തിന് മുൻഗണന നൽകുന്ന പ്രവാസിക്ക് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾക്കനുസരിച്ച് തിരിച്ചു നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് ഗൗരവത്തോടെ നമ്മൾ ആത്മപരിശോധന നടത്തണം.